Hi students, welcome to our class. ഇന്ന് നമ്മൾ ന്യൂക്ലിയർ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. After 1 hour, 1/8 of the initial mass of a radioactive isotope remains undecayed. എന്ന് പറഞ്ഞാൽ ഒരു 1 hourന് ശേഷം 1/8 of the initial massന്റെ 1/8 പോർഷൻ എന്ത് ചെയ്യാണ്? റിമെയിൻസ് അൺഡീക്കേഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ള കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 1 hourന് ശേഷം 1/8 മാസ് എന്ത് ചെയ്യാണ്? റിമെയിൻസ് അൺഡീക്കേഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ മാസിന്റെ അല്ലെങ്കിൽ ആ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന്റെ ഹാഫ് ലൈഫ് എത്രയാണ് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹാഫ് ലൈഫ് ആണ്. നമ്പർ ഓഫ് ആറ്റംസ് അൺഡീക്കേഡ് തന്നിട്ടുണ്ട് അല്ലെ. നമ്പർ ഓഫ് ആറ്റംസ് അൺഡീക്കേഡ് എന്ന് പറയുമ്പോൾ n/n0 ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് അൺഡീക്കേഡ് എന്ന് പറയുമ്പോൾ n/n0 ഗിവൺ ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/8. ടൈം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 1 hour എന്ന് എടുത്തിട്ടുണ്ട് അല്ലെ. 1 hour ആണ് നമുക്ക് ടൈം തന്നിരിക്കുന്നത്. ഹാഫ് ലൈഫ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലെ. n/n0 is equal to 1/2 the whole raised to n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, n/n0ക്ക് പകരം നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം? 1/8. അപ്പൊ 1/8 is equal to 1/2 the whole raised to n എന്ന് കൊടുക്കാം. ഓക്കെ, 1/8 നമുക്ക് എന്തായിട്ട് എഴുതാം? 1/2 the whole cube എന്ന് എഴുതാം. 1 cube 1 തന്നെയാണ്, 2 cube 8 ആയിട്ട് വരും. അപ്പോ എത്രയായിട്ട് എഴുതാം? 1/2 the whole raised to n. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? n is equal to എത്രയാണെന്ന് മനസ്സിലായി? 3 ആണെന്ന് മനസ്സിലായി. അപ്പൊ n is equal to 3. ഓക്കെ, n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് നമുക്ക് 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ലൈഫ് ഓഫ് ദ ഐസോട്ടോപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്നിന്റെ ഇക്വേഷൻ അല്ലെ, t/t ഹാഫ് നമുക്ക് യൂസ് ചെയ്യാം. n is equal to എന്താണ്? t/t half ആണ്. t/t half is equal to 3. Therefore t half is equal to എന്തായിട്ട് എഴുതാം? t divided by 3. t എന്ന് പറയുന്നത് 1 hour ആണ്. 1 hour is equal to 60 minutes അല്ലെ. അപ്പൊ 60 minutes divided by 3. 60 minutes divided by 3 is equal to 20 minutes എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഹാഫ് ലൈഫ് ഓഫ് ദ ഐസോട്ടോപ്പ് എത്രയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? 20 മിനിറ്റ്സ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രോൺസ് ആർ ദർ ഇൻ XZA? നമുക്കൊരു ന്യൂക്ലിയസ് തന്നിട്ടുണ്ട്. ആ ന്യൂക്ലിയസ് ഏതാണ്? XZA ആണ്. XZA. ഓക്കെ, ഈ ന്യൂക്ലിയസില് Z റെപ്രസെന്റ്സ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അല്ലെ. Z ആണ് പ്രോട്ടോൺസിന്റെ എണ്ണം കാണിക്കുന്നത്. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പോ നമ്മൾ പറയാം ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? Z നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോൺസിന്റെ എണ്ണമാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? Z. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എങ്ങനെയാണ്? ഈക്വൽ ആണ്. അതുകൊണ്ട് ഇലക്ട്രോണിന്റെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എത്രയാണ്? ഇലക്ട്രോണിന്റെ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Z വാല്യൂ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? Z നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസ് എത്രയുണ്ട്? ഇലക്ട്രോൺസ് Z നമ്പർ ആണ്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്ന ഹൗ മെനി ന്യൂട്രോൺസ് ആർ ദർ അല്ലെ. ന്യൂട്രോൺസ് എത്രയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ എത്ര വരും? A-Z ന്യൂട്രോൺസ് ആണ് അല്ലെ. ഈ A എന്ന് പറയുന്നത് അല്ലെ, മാസ് നമ്പർ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ എണ്ണത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ന്യൂട്രോണിന്റെ എണ്ണം തനിയെ പറയണമെങ്കിൽ എന്തായിട്ട് എഴുതാം? A-Z ആണ്. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു അല്ലെ, നമ്പർ ഓഫ് ന്യൂട്രോണിന്റെ എണ്ണം എത്രയായിട്ട് എഴുതാം? A-Z. ഓക്കെ,
അപ്പൊ ഇസഡ് റെപ്രസെന്റ് ചെയ്യുന്നത് പ്രോട്ടോൺസിന്റെ എണ്ണം, പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇസഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദിസ് ന്യൂക്ലിയസ്, a minus z number of neutrons are there. Okay ആണല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, can an electron resides inside the nucleus? ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ടാകുമോ എന്നുള്ള ക്വസ്റ്റ്യന് നമുക്ക് എങ്ങനെ പറയാം, നോ അല്ലെ, നോ ഇലക്ട്രോൺസ് ആർ പ്രസന്റ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അപ്പൊ സെക്കൻഡ് വണ്ണിന് ആൻസർ ഏതായത് നോ. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, can an electron be emitted from the nucleus? Explain. ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് എമിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. എന്തുവരും, ന്യൂക്ലിയസിന്റെ ഉള്ളില് എന്തുണ്ട്, പ്രോട്ടോൺസും ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രോൺസും ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ ന്യൂട്രോൺ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അല്ലെ, ന്യൂട്രോൺ സ്പ്ലിറ്റ്സ് ഇൻടു അല്ലെങ്കിൽ ഡീകേ ചെയ്യുമ്പോൾ അത് എന്തൊക്കെയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പ്രോട്ടോൺ പ്ലസ് ഇലക്ട്രോൺ പ്ലസ് ആന്റി ന്യൂട്രിനോ ആയിട്ട് പുറത്തേക്ക് വരുന്നു. അപ്പൊ നോക്കിക്കേ, ന്യൂട്രോൺ ഡീകേ അല്ലെങ്കിൽ എന്തൊരു ഡീകേ പ്രോസസ് നടക്കുമ്പോൾ ന്യൂട്രോൺ ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ ന്യൂട്രോൺ എന്തൊക്കെയായിട്ടാണ് മാറുന്നത്, പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ആന്റി ന്യൂട്രിനോ. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. Can an electron be emitted from the nucleus? ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, when neutron is splits, അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, ന്യൂട്രോൺ സ്പ്ലിറ്റ് അപ്പ് ഇൻടു പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ആന്റി ന്യൂട്രിനോ. This electron is emitted from the nucleus. Our third question, half life of a radon is 3.8 days. അപ്പൊ radon എന്ന് പറയുന്ന ആ ന്യൂക്ലിയസിന്റെ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, 3.8 days ആണ്. അപ്പൊ T half is equal to നമുക്ക് എങ്ങനെ എഴുതാം, 3.8 days. Okay. Calculate how much of 15 milligram of radon will remain after 14.2 days. 14.2 daysന് ശേഷം എത്ര റാഡോൺ ആറ്റം റിമെയിൻസ് അൺഡീക്കേഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് റിമെയിൻസ് അൺഡീക്കേഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനു വേണ്ടി തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ആറ്റംസ് ഇനിഷ്യലി പ്രസന്റ് എത്രയാണ്, 15 milligram. ഓക്കെ. ഇനി ടൈം തന്നിട്ടുണ്ട്, എത്ര ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് അറിയേണ്ടത് അൺഡീക്കേഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് അറിയേണ്ടത്, 14.2 ഡേയ്സിന് ശേഷമുള്ള അൺഡീക്കേഡ് ആറ്റംസ് നമുക്ക് അറിഞ്ഞാൽ മതി അല്ലെ. അപ്പൊ ടി തന്നിട്ടുണ്ട്, ടി ഹാഫ് തന്നിട്ടുണ്ട്, ടിയും ടി ഹാഫും നമുക്ക് തന്നിട്ടുണ്ട്, N0യും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. n/n0 is equal to 1/2 the whole raised to n. ഓക്കെ. ഇവിടെ n, സ്മോൾ n എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാവുന്നതാണ്. സ്മോൾ n is equal to t divided by t, ഹാഫ് ആണ്. t എന്ന് പറയുമ്പോൾ എത്ര വരും, 14.2 days divided by t half, 3.8 days. അപ്പോൾ 14.2 divided by 3.8 ചെയ്ത് നോക്കാം. അതിന്റെ വാല്യൂ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് അൺഡീക്കേഡ് എന്ന് പറയുന്ന n is equal to N0 into 1/2 the whole raised to n. ഓക്കെ. അപ്പൊ N0 എത്രയാണ്, N0 is equal to 15 milligram ആണ്. അപ്പൊ 15 into 10 raised to -3 into 1/2 the whole raised to n. n എത്ര വന്നു, 14.2 divided by 3.8. 14.2 divided by 3.8. ഇനി നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്തെടുക്കാം. 1/2 the whole raised to 14.2 divided by 3.8 നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 15 into 10 raised to -3 into 1/2 the whole raised to 3.7 സംതിങ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ അതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1.15 into 10 raised to -3. ഓക്കെ. അത്രയും എന്തുവരും ഗ്രാം ആണ് കിട്ടുന്നത്, അല്ലെങ്കിൽ 1.15 milligram ആണ് എന്ത് ചെയ്യുക, റിമെയിൻസ് അൺഡീക്കേഡ്. എത്ര, 14.2 ഡേയ്സിന് ശേഷം. അപ്പൊ നമുക്ക് ഈ രീതിയിൽ സോൾവ് ചെയ്യാം. 1/2 the whole raised to 3.7 ആദ്യം ചെയ്യുക, ഇൻറ്റു 15 നമ്മൾ ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് ആൻസർ വന്നോളും. 1.15 into 10⁻³ ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇക്വേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A radioactive substance decays to 1/32 of its initial value in 25 days. Calculate its half-life. അതിന്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന ഇക്വേഷൻ അല്ലെ, ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ എന്തായിട്ട് വരും? n/n0 is equal to 1/2 the whole raised to n ആണ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് n/n0 തന്നിട്ടുണ്ട് 1/32 എന്ന് അല്ലെ. അപ്പൊ 1/32 ഈക്വൽ ടു 1/2 the whole raised to n. ഓക്കെ, 1/32 എന്ന് പറയുമ്പോൾ 1/2 the whole raised to എത്ര വരും? 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 the whole raised to n. ഓക്കെ, അപ്പൊ 1/2 raised to 5, 2 raised to 5 is equal to 32. അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 the whole raised to n. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? n is equal to 5 എന്ന് എഴുതാം അല്ലെ. n is equal to 5. ഓക്കെ, ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? ഹാഫ് ലൈഫ് ആണ്. ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ t/t½ is equal to n ആണ് അല്ലെ. t/t½ is equal to n. അപ്പൊ t എന്ന് പറയുന്നത് 25 ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പൊ 25 ഡിവൈഡഡ് ബൈ n നമുക്കറിയാം n is equal to 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? t½ എന്ന് എഴുതാം അല്ലെ. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്താൽ t½ is equal to t divided by n ആണല്ലോ. അപ്പൊ അതിനനുസരിച്ച് വാല്യൂ എഴുതാം. അപ്പൊ t½ is equal to നമുക്ക് എത്ര കിട്ടും? 5 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ t½ വാല്യൂ എത്രയായിട്ട് കിട്ടിയിരിക്കുന്നത്? t½ is equal to 5 ഡേയ്സ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ രീതിയിൽ പല അല്ലെ എപ്പോഴും മിക്കവാറും എല്ലാം എക്സാമിന് കാണുന്നുണ്ട്. ഇപ്പൊ n/n0 is equal to 1/2 the whole raised to n എന്നുള്ള ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the following nuclear fusion reaction, n is the number of neutrons released. Capital N represent ചെയ്യുന്നത് ന്യൂട്രോൺസിനെയാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. What is the value of n? n ന്റെ വാല്യൂ എത്രയാണ്? അതിന് വേണ്ടിയിട്ട് യുറേനിയം 92-235 പ്ലസ് n01 അല്ലെ, ഇതാണ് നമ്മുടെ റിയാക്ടന്റ് തന്നിരിക്കുന്നത്. പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്ന സ്ട്രോൺഷ്യം ആൻഡ് സിനോൺ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്താ പറയാ? SR പ്ലസ് XE അങ്ങനെ രണ്ട് എലമെന്റ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. പ്ലസ് n എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് n വാല്യൂ n എന്താണ് എന്ന്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെ, എത്ര ന്യൂട്രോൺസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്ത് എഴുതാം? n എന്ന് പറയുന്നത് ന്യൂട്രോൺ ആണെന്ന് അറിയാം. അപ്പൊ n ആണ്, സ്മോൾ n ആണ്, n01 ആണ്. ഇനി അവിടെ ഏത് വാല്യൂ ആണ് വരേണ്ടതെന്ന് നോക്കാം. എത്ര ന്യൂട്രോൺ ഉണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 92 ആണ് 92 പ്ലസ് 0 അല്ലെ. 92 പ്ലസ് 0 എന്ന് പറയുമ്പോൾ എത്ര വരും? 92 തന്നെ. ഇവിടെ എത്ര വരും? 54 പ്ലസ് 38. 54 പ്ലസ് 38 എന്ന് പറയുമ്പോൾ 50 പ്ലസ് 30 80 വന്നു. 80 പ്ലസ് 10 എത്ര വരും? 90 വന്നു. 92 വന്നു അല്ലെ. അപ്പൊ 92 ആണ് അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അത് കറക്റ്റ് ആണ്. അപ്പൊ 0. ഇനി അല്ലെ 235 നമ്മൾ മാസ് നമ്പറും കറക്റ്റ് ആക്കണം. 235 പ്ലസ് 1 എത്ര വരും? 236 ആണ് വന്നിരിക്കുന്നത്. അപ്പോ 236. അപ്പൊ മാസ് നമ്പർ ഇവിടത്തെ നമുക്ക് കറക്റ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്തായിട്ട് വരാം? 94 പ്ലസ് 140. അപ്പൊ 140 പ്ലസ് എത്ര വരും? 94 എന്ന് പറയുമ്പോൾ 4 3 2. ഓക്കെ, 234 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 236 ആണ് വേണ്ടത്. അപ്പൊ എത്ര ന്യൂട്രോൺസ് ഉണ്ടായിരിക്കണം? 2 ന്യൂട്രോൺസ് അല്ലെ. 236 ആവാൻ വേണ്ടിയിട്ട് ഇപ്പൊ 2 അല്ലെ, പ്ലസ് 2 കൂടെ കൊടുത്താലേ ശരിയാവുള്ളൂ. അപ്പൊ ഇവിടെ എത്ര വേണം? 2 വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2n01 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എത്ര ന്യൂട്രോൺസ് ആണ് അവിടെ റിലീസ് ചെയ്യുന്നത് എന്നുള്ള കേസ് നന്നായി മനസ്സിലാക്കണം. ബാലൻസ് ചെയ്താൽ മതി. മാസ് നമ്പറും അറ്റോമിക് നമ്പറും എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യാം. അപ്പൊ എത്രയാണോ വരേണ്ടത് ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെ. അപ്പൊ 2n01 2 ന്യൂട്രോൺസ് ആണ് അവിടെ എന്തെന്ന് പറയാ? ക്യാപിറ്റൽ n പ്ലേസിൽ നമുക്ക് എഴുതേണ്ടത്. അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അവിടെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്തോ എഴുതണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക്
റിയാക്ടന്റ് തന്നിട്ടുണ്ട് BE പ്ലസ് HE അല്ലെ, രണ്ട് തന്നു. ബെർലിയം പ്ലസ് ഹീലിയം ആണ്, രണ്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ വരുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആദ്യം അറ്റോമിക് നമ്പറിനെ ആഡ് ചെയ്യുക. ഇപ്പൊ എത്ര വരും, 6 വന്നു. ഇവിടെ മാസ് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ 9 + 4 = എത്രയായിട്ട് വരും, 13 വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 1 പോയിട്ടുണ്ട് അല്ലെ, 1 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എത്രയും കൂടെ വന്നാൽ മതി, 13 ആവാനായിട്ട് 12 വരണം. അപ്പൊ 12. ഓക്കെ, താഴെ എന്ത് വരും, 6 ആണ് വരേണ്ടത് അല്ലെ. 4 + 2 6 വന്നിട്ടുണ്ട്. ഇവിടെ 0 ആണ്. ഇവിടെ എന്തായിട്ടാ വരേണ്ടത്, അറ്റോമിക് നമ്പർ 6 എന്ന് വരണം. മാസ് നമ്പർ എത്ര വരണം, 12 എന്നും വരണം. അങ്ങനെയുള്ള എലിമെന്റ് നമുക്കറിയാലോ അല്ലെ, C612 ആണ്. ഓക്കെ, കാർബൺ ആണ് വരുന്നത്. അപ്പൊ ആ വാല്യൂ നമുക്ക് അവിടെ എടുത്തെഴുതാം. അപ്പൊ കംപ്ലീറ്റ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞും ചോദിക്കാം, എത്ര ന്യൂട്രോൺസ് റിലീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ചോദിക്കും. രണ്ട് രീതിയിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ന്യൂട്രോൺ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, എത്രയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് മാസ് നമ്പറിൽ വ്യത്യാസം വന്നിരിക്കുന്നത് 2 ആണ്. അപ്പൊ എന്ത് ചെയ്യാം, 2n01, ന്യൂട്രോണിന് n01 എന്നല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര ന്യൂട്രോൺസ് അവിടെ റിലീസ് ആവുന്നുണ്ട്, 2 ന്യൂട്രോൺസ്. ഇവിടെ ബാലൻസ് ചെയ്ത് എഴുതുക. അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്ത് ചെയ്യുക, ബാലൻസ് ആക്കത്തക്ക രീതിയിലാണ് നമ്മൾ എഴുതി വരേണ്ടത്. അവിടെ തന്നെ നമ്മളോട് മൂന്നാമതായി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 2 nuclei have mass numbers in the ratio 1:8. മാസ് നമ്പേഴ്സ് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്, 1:8 ആണ് അല്ലെ. വാട്ട് ഈസ് ദ നമ്പർ റേഷ്യോ ഓഫ് ദ ന്യൂക്ലിയർ റേഡിയസ്, ന്യൂക്ലിയർ റേഡിയസിന്റെ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മാസ് നമ്പേഴ്സിന്റെ റേഷ്യോ, മാസ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, A1/A2 അല്ലെ. ഒരു ന്യൂക്ലിയസ് XZA ആണ്, അവിടെ എന്ത് വരും, മാസ് നമ്പർ എന്ന് പറയുന്നത് A ആണല്ലോ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ A1/A2 നമുക്ക് തന്നിട്ടുണ്ട്, 1/8 ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്താണെന്നാണ്, ന്യൂക്ലിയർ റേഡിയസിന്റെ റേഷ്യോ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ റേഡിയസിന്റെ ഇക്വേഷൻ എഴുതാം, R = R0 A⁻1/3 അല്ലെ. അപ്പൊ R1 / R2 എങ്ങനെ എഴുതാം, റേഷ്യോ ആണല്ലോ വേണ്ടത്. അപ്പൊ R0/R0 എന്ന് വരും. ഇനി A1/A2 1/3 എന്നും എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ R0 ക്യാൻസൽ ആയി. അപ്പൊ R1 / R2 = എങ്ങനെ എഴുതാം, A1/A2 എന്ന് പറയുമ്പോൾ 1/8, 1/8 1/3. 1/8 എന്ന് പറയുമ്പോൾ 2 ക്യൂബ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 1/2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, 1 ക്യൂബ് 1 ആണ്, 2 ക്യൂബ് 8 എന്ന് വന്നു. എത്ര വരും, 1/3. ഈ 3യും ഈ 3യും നമ്മൾ എന്ത് ക്യാൻസൽ ആയി പോകും. ബാക്കി എത്രയായിട്ടാ വരിക, 1/2 അല്ലെ. അപ്പൊ 1/2 എന്ന് പറഞ്ഞു. അപ്പൊ റേഷ്യോ എത്ര വരും, R1/R2 ഈസ് ഇൻ ദ റേഷ്യോ 1:2 അല്ലെ. 1/2 R1/R2 = 1/2 ആണ്. അപ്പൊ R1:R2 = നമുക്ക് എങ്ങനെ എഴുതാം, 1:2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോ റേഷ്യോ അല്ലെ, റേഷ്യോ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. റേഡിയസിന്റെ ഇക്വേഷൻ ആണ് R = R0 A⁻1/3. ഓക്കെ, മാസ് നമ്പറിന്റെ റേഷ്യോ നമുക്ക് തന്നിരുന്നു, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. I think these questions are clear for you. If you like this video, please subscribe and enable the bell button. Thank you.